സമാധാനം എല്ലാ മനുഷ്യർക്കും ആവശ്യം എന്താണ്? സമാധാനം. സമാധാനത്തിന് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് എന്തുണ്ടാകണം? സമാധാനം. ദൈവത്തോട് സമാധാനം ഉണ്ടാകണമെങ്കിൽ പാപങ്ങളെ ഏറ്റുപറയണം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ദൈവത്തോട് സമാധാനം ഉണ്ടാകുക, അതാണ് ഒന്നാമത്തെ സമാധാനം. ആദ്യ മനുഷ്യൻ ദൈവവുമായിട്ട് ഭയങ്കര സമാധാനത്തിലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്തുപോയി? സമാധാനം പോയി. ദൈവത്തോട് സമാധാനം, ദൈവത്തോടുള്ള സമാധാനം എപ്പോഴും കളയുന്നത് പാപമാണ്. പാപം നമ്മുടെ ദൈവത്തോടുള്ള ഹാർമണി കളയും. നമുക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ എല്ലാത്തിനും ജയിച്ച അച്ഛൻ രാത്രി 12 മണിയായാലും ഉറങ്ങുമോ? ഇല്ല. തോറ്റുപോയാൽ എന്തോ ചെയ്യും? നേരത്തെ കിടന്നുറങ്ങും. എങ്ങാണോ ഉണർത്തോ നോക്കി ഈ മനുഷ്യനെ വീട്ടിൽ ഉറക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു കഷ്ടമെന്നറിയാം. ഒറ്റ കാര്യം എന്ത് ചെയ്തു പോയി? തോറ്റുപോയി. തോറ്റ സമാധാനം പോകും. എന്നാൽ ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകും? സമാധാനം. ഈ ദൈവത്തോട് സമാധാനമുള്ളവന് അവനവനിലൊരു സമാധാനം കാണും. മനുഷ്യർക്കെല്ലാം ആവശ്യമുള്ളൊരു കാര്യമാണ് അവനവനിൽ എന്ത് വേണം? സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരൻ. സാധ്യതയല്ലാതെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ആരെ സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ? അയൽക്കാരെ. തന്നോട് തന്നെ ദേഷ്യമുള്ളവർക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? നമ്മളൊക്കെ ചിലപ്പം പറഞ്ഞിട്ടേ ഇപ്പം എന്നോടൊന്നും എനിക്ക് എന്നോട് തന്നെ ഒരുമാതിരി, അപ്പം നിങ്ങൾ എന്നോടൊന്നും ഒന്നും എന്ത് ചെയ്യരുത്. അപ്പം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? സമാധാനം തന്നിൽ സമാധാനം, പീസ് വിതിൻ വൺ സെൽഫ്. ഇനിയും വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ഉള്ളവർക്ക് മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ? സമാധാനം. പീസ് വിത്ത് വൺ അനദർ. എല്ലാവരോടും എന്തുണ്ടാകണം? സമാധാനം. മറ്റുള്ളവരോട് സമാധാനം. ഈ മറ്റുള്ളവരോട് സമാധാനം ഇല്ലാത്തൊറ്റിപ്പേരുണ്ട്. സാധാരണ ഞാൻ പറയുന്ന 2 ഉദാഹരണമുണ്ട്. കുടുംബസോസിലൊക്കെ പറയുന്ന ഒരച്ഛൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടായി ഭാര്യയോട് ഭയങ്കര വഴക്കുണ്ടാക്കുക. തോറ്റു, ഞാൻ ഇവിടെ കൊണ്ട് തോറ്റു കൊല്ലണം. അച്ഛൻ ചോദിച്ചു എന്താ കാര്യം മട്ടുത്ത്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു രാവിലെ 2 മുട്ടയെടുത്ത് അവിടെ കൊടുത്തു. ഒന്ന് ബുൾസി അടിക്കാൻ പറഞ്ഞു, ഒന്ന് പുഴുങ്ങാൻ പറഞ്ഞു. അഹങ്കാരി. ബുൾസി അടിക്കാൻ കൊടുത്തത് പുഴുങ്ങാൻ കൊടുത്ത് ബുൾസി. തെറ്റല്ലേ? ബുൾസി അടിക്കാൻ കൊടുത്താൽ കൃത്യമായിട്ട് അതെന്തടിക്കണം? ബുൾസി അടിക്കണം. പുഴുങ്ങാൻ കൊടുത്താൽ പുഴുങ്ങണം. ഈ വ്യക്തിയുടെ പ്രശ്നം എന്താ? അവനവനിൽ എന്തില്ല? സമാധാനം. അവനവനിൽ സമാധാനം ഉണ്ടെങ്കിലേ എല്ലാവരോടും എന്തുള്ളൂ? സമാധാനം. ചേട്ടൻ രാവിലെ കുളിക്കാൻ കയറി, സമയം പോയിട്ടാ. പുള്ളി കഴിഞ്ഞപ്പോൾ തോർത്തെടുത്തില്ലെന്ന്. അവിടെ കിടന്നുകൊണ്ട് അലച്ചു. എടിയേ എന്തുവാ? തോർത്ത് കേട്ടില്ല, എടിയെ കേട്ടു. എടി ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എടി ഓടി വന്നു. അപ്പോൾ ഈ കഥ ഇങ്ങനെ തുറന്ന് നിൽക്കുക, പകുതി തലവെളിയിലിട്ട്. കുളിമുറിയിലല്ലേ ഇങ്ങനെ. എടി അതിങ്ങോട്ട് താടി. എന്തോ മനുഷ്യ, അടി നിന്നോടല്ലേ പറഞ്ഞ അതിങ്ങോട്ട് തരാൻ. എന്തോ മനുഷ്യ, ഇടി അതിങ്ങോട്ട് തരാൻ. അപ്പോൾ അവൾ ചോദിച്ചു ഈ ചട്ടുകമാണോ എന്ന് ചോദിച്ചു. ദോശ ഇട്ടോണ്ടിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നമ്മൾ ചിലപ്പം ചിലർ പറയത്തില്ലേ കൂടുതലൊന്നും പറയണ്ട, അതങ്ങുണ്ടല്ലോ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം എന്നാ? അച്ചായനെ അടക്കിയേക്കുന്ന എവിടാ? അപ്പൂപ്പൻ എവിടാ കിടക്കുന്നേ? അല്ല, സ്നേഹം കൊണ്ട് പറയുന്നതല്ല പള്ളി. അപ്പനെ വിളിക്കുന്നതിൻ്റെ പുതിയ ഭാഷയാണ് പള്ളി പോയി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം പറയുകയാണ് നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അവൾ ചോദിച്ചു അവൾ പറഞ്ഞു വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോളൂ, എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യരുത് പറയരുത്. അപ്പോഴും തല പുറത്ത് കിടക്കുക. ആൾ ചോദിച്ചു ചട്ടുക ഇങ്ങനെ നിൽക്കുക, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? നിങ്ങളുടെ അമ്മയുടെ വിശേഷം എന്നെ കൊണ്ടും കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ. ഇതിനിടയ്ക്ക് ദോശ കരിഞ്ഞു പോയി. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കുകയും ഒരേറെ. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. കാലം ഇങ്ങനെ പോവുകയാണ്. ഒറ്റ കാര്യം, എന്തോ ഇല്ല? സമാധാനം ഉണ്ടേ പറഞ്ഞതിനെ തോർത്തു തരാൻ. ഇനി പോട്ടെ, അങ്ങേർക്ക് സമാധാനമില്ലെങ്കിലും ചേച്ചി ചട്ടുകം കുളിമുറിക്കകത്ത് വേണോ? വേണ്ട. ചേച്ചിക്കും എന്തില്ല? സമാധാനം. അപ്പം മനുഷ്യർക്ക് ആവശ്യമാണ് സമാധാനം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുക നിങ്ങൾക്ക് എന്തുണ്ടാകട്ടെ? സാധാരണ പറയുന്നൊരു വാക്കായിരുന്നു ഷാലോം.
ചെറിയൊരു കാര്യമല്ല. നമുക്ക് എന്ത് വേണം? സമാധാനം. പിന്നെ കൃപ എന്നുള്ളത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് തരുന്നതിൻ്റെ പേരാ എന്ത്? കൃപ. നമുക്കിത് സ്വീകരിക്കാൻ യോഗ്യരല്ല, എങ്കിലും അർഹതയില്ലാത്തടത്ത് കർത്താവ് തന്ന ആ ഗ്രേസ്, ആ സമാധാനം, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അടുത്ത വാക്യത്തിൽ കാണുന്നു, 4-ാം വാക്യത്തിൽ, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസം. അപ്പോൾ യേശുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആരോട് സ്നേഹം ഉണ്ടാകും? വിശുദ്ധന്മാരാണ്. യേശുവിനോട് സ്നേഹം ഉണ്ടെന്ന് പറയുകയും വിശുദ്ധരെയോട് കണ്ടാൽ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ആരോട് സ്നേഹം ഇല്ല. യേശു 2 ഡയമെൻഷനാണ് ക്രിസ്ത്യൻ ലൈഫിന്. ഒന്ന് വെർട്ടിക്കലാണെങ്കിൽ മറ്റൊന്ന് ഹൊറിസോണ്ടലാണ്. ഒന്ന് ലംബമാണെങ്കിൽ മറ്റൊന്ന് തിരശ്ചീനമാണ്. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ മനുഷ്യനോട് എന്തുണ്ടാകും? സ്നേഹമുണ്ട്. നിനക്ക് യേശുവിനോട് സ്നേഹമുണ്ട്, പിന്നെ വിശുദ്ധന്മാരോട് സ്നേഹമുണ്ട്. സ്നേഹത്തെക്കുറിച്ച് 2, സ്നേഹമുള്ളിടത്തിൻ്റെ വിശ്വാസമുണ്ട്. വിശ്വാസം ദൈവത്തോടും ഉണ്ടാകണം, പിന്നെ ആരോടും ഉണ്ടാകണം? മനുഷ്യരോടും ഉണ്ടാകണം. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ. അപ്പോൾ 3 കാര്യങ്ങൾ ഇൻ്റർ കണക്റ്റഡാണ്. ഒന്ന്, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം. അതുകൊണ്ടാണ് നമുക്ക് പൊന്നുപ്രിയരെ, ഇതേ കൂട്ടായ്മ അല്ലെങ്കിൽ പ്രസംഗം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാൽ യൂട്യൂബിൽ കേൾക്കത്തില്ലേ? കേൾക്കാം. അതൊരു സൗകര്യമായി കാണരുത്. യൂട്യൂബിൽ ഇരുന്ന പ്രസംഗം കേൾക്കാം. കൂട്ടായ്മ കിട്ടുമോ നിങ്ങൾക്ക്? കൂട്ടായ്മ നിങ്ങളും ടി വിയുമായിട്ടുള്ള കൂട്ടായ്മ കിട്ടണമെങ്കിൽ എവിടെ വരണം? ഈ യോഗത്തിന് വരുന്നത് പ്രസംഗം തന്നെ കേൾക്കാനല്ല. എന്തുമാത്രം നല്ല പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നോ പ്രഭാഷണങ്ങളാ ചിലരെയൊക്കെ കേട്ടാൽ. പ്രസംഗമൊക്കെ കേട്ടണം യൂട്യൂബിൽ തപ്പണം. ആരാണ്? അബ്ദുൾ സമദ് സമദാനി MP എന്തൊരു പ്രഭാഷണം. ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ ഒഴുകുകയല്ലേ, കേൾക്കണം. അങ്ങനെ കുറേ പേരുടെ പ്രശ്നമൊക്കെ കേൾക്കണമെങ്കിൽ അപ്പോൾ വലിയ അറിവുകളൊക്കെ കിട്ടും. പക്ഷേ ഈ ചർച്ച വരുന്നത് പ്രസംഗം മാത്രം കേൾക്കാനല്ല, കൂട്ടായ്മ കിട്ടും. കൂട്ടായ്മ നമ്മളെപ്പറ്റിയുള്ള അടിസ്ഥാനപരമായ വാക്ക്, നമ്മൾ കൂട്ടായ്മക്കാരാ. കോവിഡ് കഴിഞ്ഞ് ചർച്ചകൾ തുറന്നപ്പോൾ അതിസന്തോഷിച്ച ഒത്തിരി പേരുണ്ട്. എൻ്റെ ദൈവമേ, അവർക്ക് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആയിരുന്നു. മാനപ്രയാസപ്പെട്ട കുറേ പേരുണ്ട്. കാരണം എന്തോ ഇല്ല, കൂട്ടായ്മയില്ല. പിന്നെ തമ്മിൽ കണ്ടപ്പോഴൊക്കെ എന്തോ സ്നേഹമായിരുന്നറിയാമോ? ചാകട്ടെന്നും പറഞ്ഞുകൊണ്ട് വന്ന അമ്മച്ചിമാരുണ്ട്. എന്താ കാര്യം? അവർക്ക് വേണ്ടത് വേറൊന്നും അല്ല. എന്തോ വേണം? കൂട്ടായ്മ വേണം. നമുക്ക് ഈ കിട്ടുന്ന കൂട്ടായ്മ ചെറിയ കാര്യമല്ല. ആവോളം കിട്ടുന്ന കൂട്ടായ്മകൾ ഉപയോഗിക്കണേ. കോവിഡൊക്കെ കഴിഞ്ഞ് ഒന്ന് തുറന്നു കണ്ട ഇടവേളയിൽ നാളെ എന്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. ഒരു കാര്യം പറയട്ടെ, ലൈവിലിരിക്കുന്നവരെല്ലാം യോഗത്തിന് വരണം. കാരണം അവസരം കളയരുത്. നാളെ ഇനി എന്താ വരും നമുക്ക് ആർക്കും അറിയത്തില്ല. ആർക്കും സഹിച്ചുകൂടാത്ത ദിവസങ്ങൾ ഇനിയും വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, കൂട്ടായ്മ കിട്ടുമ്പോഴെല്ലാം കൂട്ടായ്മ അനുഭവിച്ചോണം. കൂട്ടായ്മക്കാരാണ് നമ്മൾ. ഒന്ന് പറഞ്ഞേ, നമ്മൾ ആരാണ്? കൂട്ടായ്മക്കാരാ. കോവിഡൊക്കെ പോയില്ലേ, അടുത്തിട്ട് നോക്കിയെങ്കിലും ഒന്ന് പറഞ്ഞേ, നമ്മൾ ആരാ? കൂട്ടായ്മക്കാരാ. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? യോഗം മാത്രം കൂടാൻ, പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല. എല്ലാവരും തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. നമ്മുടെ പേരും നമ്മൾ ആരാണ്? കൂട്ടായ്മ. അപ്പം സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. ഒന്നുകൂടെ പറഞ്ഞേ, സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. ഈ കൂട്ടായ്മ എല്ലാ നന്മയും നിന്നുള്ള വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യും. അത് വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അതെല്ലാവരും ഒന്ന് പറഞ്ഞ്, നിന്നെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൂടുതൽ ഓർക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അച്ഛൻ്റെ അമ്മയുടെയും ഉമ്മ കിട്ടിയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. ഉമ്മ ഇഷ്ടംപോലെ. ഉമ്മ കിട്ടിയ ഒറ്റപ്പാട് ആരുടെയെങ്കിലും ദേഹത്തുണ്ടോ? ഒരാളുടെ ദേഹത്ത് ഉമ്മ കിട്ടിയതിൻ്റെ പാടുണ്ടോ? ഇല്ല. പിച്ചിപ്പറിച്ചതിൻ്റെ പാടുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന്. പിച്ചിപ്പറിച്ചതിൻ്റെ പാട് ഉണ്ടോ? സൂളിയും ടീച്ചതും പിച്ചതും ഒക്കെ പാടില്ലേ? ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നന്മ ഉറക്കത്തില്ലേലും എന്തോർക്കും?
തിന്മയെ ഓർക്കും. പക്ഷേ ഇവിടെ ഈ തിന്മ മുറിവുകൾ ഓർക്കപ്പെടാം. ഇവിടെ പൗലോസ് പറയുന്നു, നിന്നെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അപ്പം നമ്മളെ ഒരാൾ ഓർത്താൽ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മളെ ഓർത്താൽ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടല്ലോ? ഉണ്ടോ? ഉണ്ട്. ചെല്ല ഓർത്താൽ സ്തോത്രം വരുമോ? എന്തുകൊണ്ട് വിശേഷം? എല്ലാം കൊണ്ട് എന്നാ അയ്യോ എന്നൊരാൾ ചോദിച്ച, ഈ കൊള്ളുവർത്താനം പറയുന്നവരില്ലേ, എന്ത് ചോദിച്ചാലും ഉരുളക്കുപ്പേരി പോലെ മറുപടി. അവരെ ഓർത്താൽ നമുക്ക് സ്തോത്രം വരുമോ? സത്യം പറ, വരുമോ? ഇല്ല. എന്നാൽ ചിലരെ ഓർത്താൽ എന്ത് വരും? സ്തോത്രം വരും. വരത്തില്ലേ? ചിലരെ ഓർത്താലോ സ്തോത്രം വരുമോ? ഇല്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരാളുണ്ടായിരുന്നു, ഭയങ്കര കഴിവെന്ന് പറഞ്ഞാൽ 1.5 വർത്താനം പറഞ്ഞു കളയും, ഭയങ്കര മറുപടിയെ പറയത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വല്ലാത്ത മറുപടി പറയും. അങ്ങനെ ഒരാൾ, അവരോട് ഞങ്ങൾ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്ന അവർ വരുന്നെന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങോട്ട് പോകുന്നറിയത്തില്ല ചോറ്, അത്ര പേടിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ എങ്ങാണ്ടും ദൂരെ പോയിട്ട് രാത്രി വന്ന് അവളെ ഉണർത്താതെ അവിടെ കിടത്തി. അവൾ രാത്രി ഉണർന്നിരുന്നു പേടിച്ച്, എൻ്റെ മിണ്ടാൻ വയ്യ. ഇപ്പം വെള്ളം കൊടുത്തു. എന്നെ പറ്റിയടി, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു എന്താണ്? ആ സ്ത്രീ നമ്മുടെ മുറി വന്ന് നിൽക്കുന്ന കണ്ടു. അപ്പം കർത്തൃദാസി വിശ്വാസിയായ ഒരു സഹോദരിയെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഞാനാണ് ലേഖനം എഴുതിയെങ്കിൽ പറയണേ, സഹോദരി നിന്നെ ഓർക്കുമ്പോൾ ഉറക്കത്തിൽ പോലും ഞങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലരെ ഓർത്താൽ എന്ത് വരും? ഞെട്ടൽ വരും, നെടുവീർപ്പ് വരും. ചിലരെ ഓർത്താലോ സ്തോത്രം വരും. നമ്മളെ ഓർക്കുമ്പോൾ എന്ത് വരും? ഗൗരവമുള്ളൊരു കാര്യം. എല്ലാവരെയും ഓർത്താൽ ഞെട്ടൽ വരുമെന്ന് ഞാൻ പറയത്തില്ല. ഞങ്ങൾക്കൊരു അമ്മച്ചിയുണ്ട്, ഒരു മയിലാടുപാറ അമ്മച്ചി. ഞാൻ പോകുന്നിടത്തെല്ലാം അമ്മച്ചിയെക്കുറിച്ച് പറയും. വയ്യ അമ്മച്ചിക്ക് വയ്യ, ഇപ്പം പ്രായമായി. കോവിഡൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കര വണ്ണമാണ്, നടക്കാനൊന്നും ഇരുന്നിരുന്നാണ് സ്റ്റെപ്പൊക്കെ കയറുന്നത്. അമ്മച്ചിയെ വണ്ടിയെ കയറ്റണമെങ്കിൽ ക്രെയിം വേണം. എന്നാലും അമ്മച്ചിയെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. ഇപ്പോൾ അമ്മച്ചിക്ക് സാരി ഉടുക്കാൻ പോയി, അതുകൊണ്ട് ഞങ്ങൾ വെള്ള നൈറ്റിയൊക്കെ അടുപ്പിച്ചിട്ടിക്കൊണ്ടിരുത്തും. എന്നാലും അമ്മച്ചി വന്നിരിക്കുന്ന ഒരു ഐശ്വര്യമാണ്. രാവിലെ ഇങ്ങനെ വന്ന കസര ഇരുന്ന ഉപദേശിമാരെ എല്ലാം വിളിച്ച് കെട്ടിപ്പിടിച്ച് വരും, എന്നിട്ട് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അത്രയും മതി നമുക്ക്. അത്ര രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുക അമ്മച്ചിക്ക് ഇരിക്കണമെങ്കിൽ നല്ല കസേര വേണം. ഭയങ്കര വണ്ണ, ഒരുമാതിരിപ്പെട്ട കസേര ഇരുന്ന കസേര പോവും. അതുകൊണ്ട് സ്പെഷ്യൽ കസേരയുണ്ട്. സത്യമായിട്ട് ആ കസേര തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മച്ചി മരിക്കല്ലേ എന്ന്. ഒരാഴ്ച ആ കസേര ഇല്ലെങ്കിൽ സങ്കട. എന്തുകൊണ്ടാണ്? അമ്മച്ചിയുടെ സ്നേഹ. നിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം. പ്രിയരെ, നമ്മളെ ഓർക്കുമ്പോൾ വ്യക്തികൾ എന്ത് ചെയ്യണം? പറഞ്ഞേ, സ്തോത്രം ചെയ്യണം. അതൊന്ന് നെടുവീർപ്പിടുവോ? പേടിക്കുവോ? ഞെട്ടുവോ? ഞെട്ടല്ലേ. ഞാനൊരിക്കൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഡോക്ടറുണ്ട്, അമേരിക്കയിലാണിപ്പം. ആ ഡോക്ടർ ജോർജ് ഫിലിപ്പ്, അദ്ദേഹം തൊട്ട് മുമ്പിലത്തെ വീടാണ്. കോട്ടയത്ത് ഒത്തിരി ഹോസ്പിറ്റലിൽ കാർഡിയാക് സർജനായിട്ടും കാർഡിയാക് ഫിസിഷ്യനായിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പല്ലേം കൊണ്ടും അവിടെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. നമുക്ക് സമയമുള്ള ഒരു കാലം. ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും നോക്കും, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു വട്ടം ഞാനൊരു സഹോദരിയും കൊണ്ടുപോയി. കുറേ ടെസ്റ്റുകളും സ്കാനിങ്ങും ഇതും എല്ലാം നടത്തി. എന്നിട്ട് രോഗം ഡയഗ്നോസ് ചെയ്ത് പേ ചെയ്യാൻ വേണ്ടി ഞാൻ കൗണ്ടറിൽ ചെന്നു. അപ്പോൾ എനിക്കറിയാം നല്ല തുകയാകും, കാരണം ഒത്തിരി ടെസ്റ്റുകളും സ്കാനിങ്ങും എല്ലാം എടുത്തു. കൗണ്ടറിൽ ചെന്ന് പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് റിസപ്ഷന് അവിടെ ഒരു കോള് വരുന്നു. അവർ അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഡോക്ടർ ഫീസ് മാത്രം മതി. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ഇത്രയല്ലല്ലോ? ഉടനെ നിർബന്ധിച്ച് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് അടപ്പിക്കേണ്ട, ഡോക്ടറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ ഓടിച്ചെന്ന് ഡോക്ടറെ ക്യാമ്പിൽ ചെന്ന് പറഞ്ഞു, അച്ഛാ ബുദ്ധിമുട്ടാണ്, എനിക്ക് നാളെ അടുത്ത ആളെ കൊണ്ട് വരേണ്ടതാണ്, അപ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പൈസ ഉണ്ട് ഇപ്പോൾ അടച്ചേക്കാം. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അവിടെ ഇരുന്നേ, നീ പൈസ അടയ്ക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി ആദ്യത്തെ ടൈമിൽ വന്നില്ല, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ആരോ ഒരാൾ കേസ് എന്തോ എടുത്തിട്ട് 50 സീറ്റ് പിന്നെ വർദ്ധിപ്പിച്ചു. ആ കൂട്ടത്തിൽ പുള്ളിക്കും ഡോക്ടർ MBBSന് അഡ്മിഷൻ കിട്ടി. MBBSന് അഡ്മിഷൻ കിട്ടിയപ്പോൾ എൻ്റെ പപ്പ പുള്ളിയെ കണ്ട് പറഞ്ഞു, എടാ മോനെ, ചുമ്മാ ഉറങ്ങി കിടക്കുമ്പോൾ കർത്താവ് പിടിച്ചതിനെ ഡോക്ടറൊക്കെ ആക്കിയതാ കേട്ടോ, വലിയ ഡോക്ടറൊക്കെ ആകുമ്പോൾ നീ പാവങ്ങളെ ഒന്നും മറക്കല്ലെന്ന് പറഞ്ഞു. ആ വാക്ക് പുള്ളി ഡയറി കുറിച്ചിട്ടു, ഡോക്ടറാകുമ്പോൾ ആരെയും മറക്കരുത്, പാവങ്ങളെ നീ കൊണ്ടുവന്ന ആൾ ഡിസേർവ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ട് മോൻ പൊക്കോളാൻ പറഞ്ഞു. അവിടെ പൈസ അദ്ദേഹം അടച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ആ പോയ സഹോദരൻ്റെ വീട്ടിൽ ഒരു സന്ധിക്കുകയില്ല, കുടുംബ പ്രാർത്ഥന നടക്കുക. ഞാൻ ഓർത്ത് അവരെ ശല്യം ചെയ്യാതെ പുറത്തിരുന്ന് ശ്രദ്ധിച്ചു, എന്താ ഇവർ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചവൻ കേട്ടു, അച്ചായൻ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർക്കായി സ്തോത്രം ചെയ്തു.
അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിനെയും കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്ന ഡോക്ടറെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചുരുക്കത്തിൽ ഡോക്ടറാക്കിയത് കൊണ്ട് കർത്താവിന് കിട്ടിയ റിട്ടേൺ എന്താ? ഡോക്ടർ മുഖാന്തരം ദൈവത്തിന് എന്തു വന്നു? സ്തോത്രം വന്നു. നമ്മളാക്കിയത് മുഖാന്തരം തമ്പുരാന് സ്തോത്രം കിട്ടണം. ആര് കൊടുക്കണം? മറ്റുള്ളവർ കൊടുക്കണം. കുഞ്ഞെ, നിൻ്റെ അമ്മ നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യണം. നിൻ്റെ അപ്പൻ നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യണം. നിൻ്റെ കൂടപ്പുറപ്പ് നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യണം. സർവോപരി നിൻ്റെ ദൈവദാസൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഞാൻ നിന്നെ ഓർത്ത് എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ആരും നെടുവീർപ്പിടാനിടയാകരുത്. ഓർക്കുമ്പോൾ ഒരു മുറിവാർക്കും ഉണ്ടാകാതെ, ദൈവമേ എന്നെ ഓർക്കുന്നവരൊക്കെ സ്തോത്രം ചെയ്യുവാനിടയാകണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ട്രാൻസ്ഫോർമേഷൻ, ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുക. ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, സംസാരത്തിൽ, മുഖഭാവത്തിൽ, സംസാരത്തിൽ, ദേഷ്യത്തിൽ. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്നതൊക്കെ ഭയങ്കര ഗമയാന്നൊക്കെ കരുതുന്നവരുണ്ട്. തോന്നല കേട്ടോ. നമ്മളോർക്കും അവരെ അടിച്ചിരുത്തിയെന്നൊക്കെ. പക്ഷെ പിന്നെ അവർ മുറിയും. ആ മുറിവ് നമുക്ക് ദോഷമാവും. ഞാനും മുറിക്കുന്നവനൊക്കെ ആയിരുന്നു. കൊച്ചിലെ ഒരു വലിയ നല്ല ഒരുമാതിരി കാറിലൊരു ദൈവദാസം വന്നിരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ, എത്ര വയസ്സ് കാണും? 10-13 വയസ്സ്, നല്ലപോലെ പ്രസംഗിക്കുമായിരുന്നു. അപ്പം ഇദ്ദേഹത്തെ ഒന്ന് കൊച്ചാക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്ന് കിട്ടിയ യുവജന പ്രഭാഷണത്തിൽ എന്താ കോമ്പറ്റീഷനിൽ അടിച്ച് തകർത്തു. 80% ആളുകൾ ദരിദ്ര നാരായണന്മാരായി, നിരക്ഷര കൊച്ചികളായി, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ദരിദ്ര നാരായണന്മാർ ജനിപ്പിക്കുന്ന ഈ ഭാരതഭൂമിയിൽ കറങ്ങുന്ന പങ്കയ്ക്ക് തീഴെ AC-യുടെ കിന്നാരം കേട്ടുകൊണ്ട് തെറിക്കുന്ന വെള്ളപ്പിൻ്റെ മുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന അംബാസഡർക്കാരൻ്റെ പുറകെ ചാരിക്കിടക്കുന്ന നവസുവിശേഷക എന്നൊക്കെ വിളിച്ചപ്പം പ്രായമുള്ള ദൈവദാസൻ്റെ മുഖം പാടുന്നു. ഞാൻ ഓർത്ത് ഏതാണ്ട് ഞാൻ നേടിയെന്ന്. പക്ഷെ പിന്നെ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒന്നും നേടിയില്ല, നഷ്ടം മാത്രം. നമുക്കിതൊക്കെ ഒരാവേശം തോന്നും. പക്ഷേ നെടുവീർപ്പുകൾ ഉണ്ടാകല്ലേ. പകരം എല്ലാവരും ഒരു സ്തോത്രം ചെയ്യണം. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ധ്യാനിച്ച് ചോദിച്ച് എല്ലാവരും സ്തോത്രം ചെയ്യൂ. എന്നെ ഓർക്കുമ്പോൾ സ്തോത്രം വരുമോ, നെടുവീർപ്പ് വരുമോ? എന്നെ ഓർക്കുമ്പോൾ സ്തോത്രം വരുമോ, നെടുവീർപ്പ് വരുമോ? നിന്നെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഭാര്യ വീട്ടുകാർ നമ്മളെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. ഭർത്തൃ വീട്ടുകാർ സ്തോത്രം ചെയ്യണം. നിന്നെ ഓർക്കുമ്പോൾ സ്തോത്രം. ഞാൻ നിന്നെ ഓർത്ത് എൻ്റെ ദൈവത്തിന്. അടുത്തൊരു വാക്ക് കണ്ടോ? സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തെ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അടുത്തൊരു വാക്ക്, വിശുദ്ധൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞ്, വിശുദ്ധൻ്റെ ഹൃദയം തണുപ്പിക്കണം. കൊച്ച് ഇച്ചിരി സ്ലോയാ പഠിക്കാൻ, കഷ്ടപ്പെട്ട് പഠിക്കുക. പഠിച്ച് കൊച്ചിൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു. അച്ചായൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഡാഡി നോക്കിക്കേ, നമ്മുടെ കുഞ്ഞൻ കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി ഡാഡി പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ട, റിസൾട്ട് ഇങ്ങോട്ട് വരുമ്പം തള്ളി വന്നോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം വിശുദ്ധൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. അച്ചായ പ്രാർത്ഥിക്കണേ. ക്യാൻസറാണോ? ദൈവമേ, ഇത് വന്നാൽ കൊണ്ടേ പോത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തണുപ്പിക്കപ്പെടുവോ? ചൂട് പിടിപ്പിക്കപ്പെടുവോ? ധൈര്യമായിട്ടിരിക്കും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, പുഷ്പഗിരിയുടെ അവിടെ ഒരു അച്ചായനുണ്ട്. അവിടുന്ന് ഇറങ്ങി വരുന്ന ആരെ കണ്ടാലും നടുറോടിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥന. പക്ഷെ ഞാൻ കേട്ടു, ഒത്തിരി പേർക്ക് സൗഖ്യം വന്നു. നമ്മുടെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ഭയങ്കര തണുപ്പുണ്ടാകും. നമ്മുടെ ഒരു വാക്കിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യർക്കും ഈ തണുപ്പൊക്കെ വേണമെന്നേ. പ്രസംഗം തുടങ്ങിയ സമയം ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ഒത്തിരി വലിയ പ്രഗത്ഭരായ പ്രായമുള്ള ദൈവദാസന്മാർ ഇരിക്കുന്ന സ്റ്റേജ്, ജുബായും മുണ്ടും കൊടുത്ത അപ്പച്ചന്മാരൊക്കെ ഇരിക്കുക. എനിക്കൊരബദ്ധം പറ്റി, ഷർട്ട് മാറാൻ സമയം കിട്ടിയില്ല. വീട്ടിൽ പോയിട്ട് വരാമെന്ന് ഓർത്ത, പക്ഷെ വരാൻ ഒത്തില്ല. ഒരു ഹാഫ് കൈ ഷർട്ടും ഒക്കെ ഇട്ട് കയറേണ്ട വന്ന്. അവരുടെ ആ ഒരു കൺസെപ്റ്റ് കൾച്ചറിൽ ഞാനൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. അത് തന്നെ എന്നെ പേടിപ്പിച്ചു.
ഇനി എന്തോ പറയും. പ്രസംഗിക്കാൻ തുടങ്ങുകയും എൻ്റെ മുഴുവൻ ധൈര്യവും പോയി. വലിയ പാടാണ്. ഈ പ്രസംഗിക്കുമ്പം വിറയ്ക്കുമ്പം പിടിക്കാനാണ് ഈ പുൾപ്പിറ്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ ഈ പുൾപ്പിറ്റൊക്കെ വിറയ്ക്കുന്ന കണ്ടാൽ ഓർത്തോണം, അഭിഷേകമൊന്നുമല്ല. നമ്മളെല്ലാം അപ്പം പുൾപ്പിറ്റിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് പ്രസംഗിക്കുകയാണ്. എല്ലാ ധൈര്യവും എടുത്ത് പ്രസംഗിക്കുക. എനിക്ക് മനസ്സിലായി ഞാൻ താഴെ പോവും. പക്ഷെ അത് പുറത്തറിയുന്നില്ല. എൻ്റെ അകം അങ്ങ് വിറക്കിയാണ്. എന്തോ പറയേണ്ടതെന്ന് പോലും എനിക്കറിയുന്നില്ല. എൻ്റെ മുമ്പിൽ ഇരുന്നൊരു ദേവദാസൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് മുമ്പിലോട്ട് വേണ്ട ആ ടേബിളിൽ അവിടെ ഇട്ട് വെച്ചിട്ട് എന്നോടൊരു പറച്ചില്ല, എടാ മോനെ എന്തൊരു തകർപ്പനാണ്, കലക്കടാ. പുള്ളി അങ്ങ് തിരിച്ചു പോയി. പിന്നെ ഞാൻ എവിടെ ആയിരുന്നറിയാവോ? അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ കിടന്നേനെന്നറിയാം. അപ്പോൾ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ അങ്ങ് വികസിക്കും. എപ്പോഴും ഓർത്തണം, തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചത് ചൂടാക്കാനല്ല, തളർത്താനല്ല, തണുപ്പിക്കാനാ. പറഞ്ഞേ എന്ത് ചെയ്യണം? തണുപ്പിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്നവരെല്ലാം മൊത്തം നോക്കി എന്ന് പറഞ്ഞേ, തണുപ്പിക്കണം. ചൂട് പിടിപ്പിക്കില്ലെന്ന് പറ. തളർത്തല്ലേ. പിന്നെ എന്ത് ചെയ്യണം? തണുപ്പിക്കണം. തണുപ്പിക്കണം. ചിലപ്പോൾ ഒറ്റ വാക്കിലൊരു കൊച്ചൊക്കെ IAS ട്രെയിനിങ് പോവുക, എൻ്റെ പൊന്നെ സമയം കളയലെന്ന് പറഞ്ഞാൽ അത് തളർന്നു പോകും. പോയിട്ട് പടി കൊച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് കയറിപ്പോയാൽ നമുക്ക് വല്ല നഷ്ടമുണ്ടാവോ? ലാഭമുണ്ട്. ചിലപ്പോൾ എവിടെങ്കിലും പെട്ടുപഴിച്ച് ചെല്ലുമ്പോൾ അതുണ്ടെങ്കിൽ ചിലപ്പം വലിയ പ്രയോജനമായിരിക്കും. നമ്മൾ പോലും അറിയത്തില്ല. അപ്പോൾ കർത്താവ് നമ്മളെപ്പറ്റി വിളിച്ചിരിക്കുന്നത് തണുപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനും. നീ വിശുദ്ധന്മാരുടെ ഹൃദയം എന്ത് ചെയ്തു? തണുപ്പിച്ചു. വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ച നിമിത്തം നിൻ്റെ സ്നേഹത്തെ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. എല്ലാവരും പറഞ്ഞേ, സന്തോഷവും. അപ്പം വിശുദ്ധൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. ഇനി വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഒന്നാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നു. ചെറിയ ചിന്തകളാണ്. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്, വൃദ്ധനാണ്. താഴെ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്ന ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുന്നു. 9-ാം വാക്യം, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിച്ചു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ല, ഇപ്പോൾ എനിക്ക് ഒരുപോലെ പ്രയോജനം. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുകയാണ്. അപ്പം തടവി കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്ന നിനക്കും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും. അപ്പം ഫിലോമോൻ്റെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? സഭയുണ്ടായിരുന്നു. ഫിലോമോൻ്റെ വീട്ടിലെ സഭ. ഫിലോമോൻ പ്രിയനും കൂട്ടുവേല. പൗലോസ് ഇപ്പം തടവി കിടക്കുകയാണ്, ഫിലോമോൻ വീട്ടിലാണ്. പക്ഷേ നമ്മളെല്ലാം ആരാണ്? കൂട്ടുവേലക്കാരാണ്. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി പേരുണ്ട്. ഞാനിവിടെ ഇന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ഹൗള് ചെയ്യിപ്പിച്ചാൽ സകല മൂടും പോവും. അപ്പോൾ അവർ ഈ വേലയുടെ വലിയൊരു കാര്യമാണ്. എത്ര വലിയ സിസ്റ്റം ആണെങ്കിലും അവത്തലിവിത്തല്ല. എൻ്റെ പപ്പ ചിലപ്പോഴൊക്കെ ഇവിടെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. പറയാം, എൻ്റെ പൊന്നു മോനെ, നീ എനിക്കൊരു ഉപകാരം ചെയ്യാം, അവത്തിന്ന് കൈ അങ്ങ് എടുക്കാമോ? മോൻ എൻ്റെ ചക്കര മുത്തല്ലേടാ, കൈ അങ്ങ് എടുക്കടാ. കാരണം നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ട് അങ്ങ് എടുക്കാൻ പറയും. കാരണം ചിലർ ഹൗള് ചെയ്യും. പക്ഷെ ഹൗള് ചെയ്യാതെ ഒരാൾ ചെയ്താൽ അദ്ദേഹം ഇതിൻ്റെ വേലയുടെ എന്താകുക? കൂട്ടുവേലക്കാരനാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നവരെന്ത് ചെയ്യുക? കൂട്ടുവേലക്കാരാകുക. ഇവിടുന്ന് റിസപ്ഷനിൽ ഇരിക്കുന്നവരെന്താകുക? കൂട്ടുവേലക്കാരാകുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. എനിക്കും സന്തോഷം തോന്നി. സത്യത്തിൽ ഇച്ചിരി ക്ഷമിക്കണേ, യൂസ്ഡ് അല്ലാത്ത ഒരു കാര്യം തോന്നി. കുറേ പേര് കൊണ്ടിരുത്തുന്നു, അവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോന്നു. അപ്പം ഞാൻ ഓർത്തു, എന്നെയാണോ ഈ കൊണ്ടുവന്നൊക്കെ? ഞാനാണെ പറയാം, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എത്ര ആളൊന്നും ഇല്ല, ഇപ്പം ഇതൊക്കെ വീട്ടിലോട്ട് പോക്കോ, ഞാനിപ്പം വന്നേക്കാന്ന് പറയാം. ഇത് ഇവിടെ നിന്നൊരു ടീം. അപ്പോൾ ഈ ടീമെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? കൂട്ടുവേലക്കാരുടെ ഭാഗമാണ്. അവരൊരു ബിസിനസ്സുകാരും ജോലിക്കാരും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാവരും കൂടെ കൂടുകയാണ്. എന്താണ്? കൂട്ടുവേല. അപ്പം നമ്മളെല്ലാം ആരാ? കൂട്ടുവേലക്കാരാ. നോക്കി പറഞ്ഞേ, കൂട്ടുവേലക്കാർക്കൊരു ഗുണമുണ്ട്. യജമാനൻ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കും. യജമാനാ കൊടുക്കുക, നമ്മളാണോ കൊടുക്കുക? അല്ല. ആര് കൊടുക്കും?
യജമാനൻ കൊടുക്കും. യജമാനൻ്റെ തോട്ടത്തിലെ വേലക്കാര. ഒറ്റ കാര്യം, വേലക്കാർ വിശ്വസ്തയോടെ ചെയ്യണം. ചെയ്യുന്നതിന് അപ്പം നമ്മൾ ചിലപ്പം വാഹനം ഓടിക്കുന്നവർ കാണും. ഏറ്റവും വലിയ വേലയാണ് വാഹനം ഓടിക്കുക. സഭയുടെ വാഹനം ഓടിക്കുക ചെറിയ കാര്യമല്ല. എന്തിൻ്റെ ഭാഗമാണ്? കൂട്ടുവേലയുടെ ഭാഗമാണ്. പിന്നെ എത്രയോ പേർ അടുക്കളയെ കാണും, അത് കൂട്ടുവേലയുടെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ദൈവപ്രവർത്തനം. അപ്പോൾ അവിടെ അതിനകത്ത് ആരെല്ലാം കാണും? തൂക്കുന്നവർ കാണും, വാഷവും കഴുകുന്നവർ കാണും, പിന്നെ കുക്ക് ചെയ്യുന്നവർ കാണും, മുമ്പിൽ നിൽക്കുന്നവർ കാണും, ഓഫീസിൽ ഇരിക്കുന്നവർ കാണും, അക്കൗണ്ട്സിൽ ഇരിക്കുന്നവർ കാണും, ആരെല്ലാം കാണും. എല്ലാവരും ഒരു വേലയുടെ ഭാഗമാണ്. പ്രിയനെ, നാം എല്ലാം ആരാണ്? കൂട്ട് വേലക്കാർ. പറഞ്ഞേ, ആരാണ്? കൂട്ടുവേല. എനിക്കും ഉണ്ടൊരു ദൗത്യം. എൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിക്കേ. കരമുയർത്തിപ്പിടിച്ചിട്ട് പറ, എനിക്കൊരു ദൗത്യമുണ്ട് എൻ്റെ കൂട്ടായ്മയിൽ. ആർക്കെങ്കിലും ദൗത്യം ഇല്ലെന്ന് തോന്നുന്നവരുണ്ടോ? എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. കരമുയർത്തിപ്പിടിച്ചേ. എല്ലാവർക്കും. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. ചെറിയ കാര്യമാണോ? അല്ല. ഒരു കുഞ്ഞിനെ ഇമ്പാർട്ട് ചെയ്യുക, സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, പായിടുക, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുക, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക, റിസപ്ഷനിൽ നിൽക്കുക, സ്വീകരിക്കുക, വോളണ്ടിയേഴ്സ് ആക്കുക, പാർക്കിങ്ങിൽ നിൽക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതെല്ലാം കൂട്ടുവേലയാണ്. കർത്താവ് നമ്മളെ വിളിക്കും, നീയും കൂട്ടുവേലക്കാരനാ. കൂട്ടുവേലക്കാരാ. ഒന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരുടെ യജമാനൻ ആരാ? കർത്താവാണ്. യജമാനൻ വരുമ്പോൾ അതത് വേല ചെയ്തവന് അതതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. യജമാനൻ വരുമ്പോൾ പ്രതിഫലം തരും. യജമാനൻ വേലക്കാരൻ എന്തിനു യോഗ്യനാ? കൂലിക്ക് യോഗ്യനാ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. എങ്ങനെയായാലും വേല ചെയ്തവനൊക്കെ ദൈവം എന്ത് കൊടുക്കും? കൂലി കൊടുക്കും. വിശ്വസിക്കുന്നവർ, കൂലി കിട്ടിയിട്ടുള്ളവർ ഏതെങ്കിലുമൊക്കെ നിലയിൽ തമ്പുരാന് വേണ്ടി നിന്നാൽ വിശ്വസ്തതയുടെ പ്രതിഫലമായി തമ്പുരാൻ കൂലി തരുന്നവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ കരമുയർത്തി സ്തുതിച്ചേ. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. കൂലി തരുന്നത് യജമാനനാണ്. ചെറുതും വലുതുമായ ദൗത്യങ്ങളുടെ പങ്കുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം എല്ലാം ഈ ദൈവരാജ്യത്തിലെ ആരാണ്? വേലക്കാരന്. കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും. സഹോദരിയായ അപ്പിയ അവിടുത്തെ പ്രിയപ്പെട്ടവളായിരിക്കണം. അപ്പോൾ പറയുന്നു, അവൾ എനിക്ക് ആരാണ്? സഹോദരിയാണ്. ഈ വാക്കെന്നെ ഇപ്പോഴും ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളുണ്ട്, സഹോദരങ്ങളെ എന്ന്. സാധാരണഗതി അത് പറയാറില്ലായിരുന്നു. മാന്യമഹാജനങ്ങളെ എന്നുള്ളൊരു വാക്കാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. പക്ഷേ സഹോദര, സഹോദരി, സത്യത്തിൽ ഇതാരുടെ വാക്കാ? സഹോദര, സഹോദരി ആരുടെ വാക്കാ? ദൈവമക്കളുടെ വാക്കാ. സഹോദരനും സഹോദരി. മക്കളൊക്കെ എന്താ വിളിക്കുന്നത്? നമസ്കാരം, അങ്ങ്, താങ്കൾ, ആപ്പ് എന്നൊക്കെ വിളിച്ചാൽ പോലും നമ്മൾ വിളിക്കുന്നൊരു വാക്കാണ്. എന്താണ്? ഇന്നത് പൊതുഭാഷയായിട്ടൊക്കെ മാറുന്നുണ്ട്, പലരും ഉപയോഗിക്കാറുണ്ട്. ഷിക്കാഗോ മതപ്രസംഗത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ മഹാനുഭാവൻ പോയി. അദ്ദേഹം കാഷായ വസ്ത്രങ്ങളൊക്കെ നനിഞ്ഞ ആ വലിയ ദാർശനികൻ ചെന്നപ്പോൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നെന്ന് പോലും അമേരിക്കയിലുള്ള എൻ്റെ സഹോദരന്മാരെ, അമേരിക്ക ഞെട്ടിപ്പോയെന്നാണ് പറയുക. കാരണം പൊതുവെ കേൾക്കപ്പെടുന്ന പ്രസംഗം എന്തുവാ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇവിടെ താണ്ടൊരു തലപ്പാവണിഞ്ഞ മനുഷ്യൻ വിളിക്കുന്നു, സഹോദരീ, സഹോദരങ്ങളെ. സഹോദര, സഹോദരി അർത്ഥം. സഹോദര, സഹോദരി അർത്ഥം പദം പിരിച്ച് എഴുതുക. സഹ അധികം ഉദരം പങ്കുവച്ചവൻ സമം സഹോദരൻ. സഹ അധികം ഉദരം പങ്കുവച്ചവൻ, ഒരമ്മയുടെ ഉദരം പങ്കുവച്ചവൻ സമം ആരാ? സഹോദരൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹോദരനെന്ന് വിളിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. കാരണം നമ്മൾ കർത്താവിൻ്റെ മാറിടത്തിൽ നിന്ന് വന്നവരാ. ആ മാറിടത്തിൽ നിന്ന് വന്നവർ സഹോദരങ്ങളാണ്. ഒരപ്പത്തിൻ്റെ അംശയും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരും. സഹോദര, സഹോദരി ചെറിയൊരു വാക്കാണോ? അല്ല. സഹോദരനും സഹോദരിയൊക്കെ ഉണ്ടാകുക. ഒരു സഹോദരൻ ഇല്ലാതെ വരിക, കൂടപ്പുറപ്പുകൾ ഇല്ലാതെ വരിക ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിക്കുമ്പോൾ എല്ലാം ഛേദമെന്നെണ്ണിയ പൗലോസ് അപ്പിയെ വിളിക്കുന്നു, നീ എനിക്ക് ആരാണ്?
സഹോദരിയാണ്, നീ എനിക്ക് സഹോദരിയാണ്. അപ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്നത് സഹോദരങ്ങളാകാൻ വേണ്ടിയാണ്. പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും നിൻ്റെ സഹപടനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും. സഭ വീട്ടിൽ എന്ന് പറയുമ്പോൾ നാളെ വീട്ടിൽ സഭ തുടങ്ങണമെന്നല്ല. തുടങ്ങരുത്, വലിയ പാടാണ്, എളുപ്പമല്ല. 2 വട്ടം സെറ്റിയിൽ ആരെങ്കിലും കയറിയിരിക്കുമ്പോൾ നിങ്ങളുടെ സകല ശുശ്രൂഷ തീരും. തുടങ്ങാൻ എളുപ്പമാണ്. സെറ്റിയെ കയറി തലയും കുത്തി കൊച്ചു നിൽക്കുമ്പോൾ മിണ്ടാനൊക്കെ മിണ്ടാതിരിക്കാനൊക്കെ. മിണ്ടിയാൽ കൊച്ചു പിടങ്ങും, മിണ്ടിയില്ലെങ്കിൽ സെറ്റി പോവും. എന്തോ ചെയ്യും? നാളെ തൊട്ട് ആരാധന വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് വിടിയില്ലാത്തവരാരും തുടങ്ങരുത്, റിസ്ക് എടുക്കരുത്, വലിയ പാടാ. അപ്പം വീട്, അപ്പം പറയും നിൻ്റെ വീട്ടിലെ സഭ. അന്ന് ഫിലോമോൻ്റെ ആദ്യ നൂറ്റാണ്ടിൽ വീടുകളിൽ എന്തുണ്ടായിരുന്നു? സഭയുണ്ടായിരുന്നു. അവർ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ചെതറിപ്പോയിടത്തൊക്കെ വീടുകളിൽ എന്തുണ്ടായി? സഭയുണ്ട്, വീട്ടിലെ സഭ. ആ ഒരു വാക്കിൽ നിന്നൊക്കെയാണ് പൗരുഷിൽ വീട്ടിലെ സഭായോ എന്നുള്ളൊരു വാക്ക് കിട്ടുക. വീട്ടിലെ സഭ, വീട്ടിൽ സഭ. അപ്പോൾ വീട് ഫിലോമോൻ്റെ അപ്പയുടെയും തുറക്കപ്പെട്ട ഒരു വീടായിരുന്നു. തുറക്കപ്പെട്ട ഒരു വീട്. തുറക്കപ്പെട്ട ഒരു വീട് ചെറിയ കാര്യമല്ല. ചില വീടുകളിലൊക്കെ സെറ്റിയൊക്കെ 10 വർഷമായാലും പുത്തം പോലെ കിടക്കും. സൂക്ഷിച്ചിട്ട് തന്നെയല്ല, ആരും ഇരുന്നിട്ടില്ല, അവരും ഇരുന്നിട്ടില്ല, അവരെപ്പോഴും അടുക്കള ഇരിക്കത്തുള്ളൂ. ചില വീടുകളിൽ ചെന്നാൽ പുത്തൻ പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി ഇരിക്കുകയാണ്. പ്ലേറ്റ് എന്നോട് പറഞ്ഞു ഉപയോഗിക്കാൻ പറയൂ. ഇന്ന് വരെ എന്നെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഗൾഫിൽ നിന്ന് വന്നപ്പം തൊട്ടിരിക്കുക. കാരണം ആരും അവരിപ്പോഴും കഴിക്കുന്നത് ആ ക്ലാവ് വരേണ്ട വെള്ള പ്ലേറ്റല്ല. അവരിത് വെച്ചേക്കുക ഉമ്മൻചാണ്ടി സാറ് വരാൻ. ആരെങ്കിലും വരും, എൻ്റെ ദൈവമേ, ആരെങ്കിലും മുഖ്യമന്ത്രി വരുന്ന കൊടുക്കുക. അപ്പോൾ പ്ലേറ്റ് നമ്മളോട് പറയുന്നു ഉപയോഗിക്കൂ, എന്നെ ഉപയോഗിക്കുക. എത്ര ദിവസമായി ഞാൻ ഈ കണ്ണാടി കൊട്ടിയിരിക്കുകയാണ്, ആരും എന്നെ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നു. അപ്പോൾ വീടാകണമെങ്കിൽ വീട് എന്ത് ചെയ്യണം? ഉപയോഗിക്കപ്പെടണം. തുറക്കപ്പെട്ട ഒരു വീട്, അതായിരുന്നു ഫിലോമോൻ്റെ അപ്പിയുടെ ഒരു വീട്. വീട്ടിലെ സഭ ക്ലോസ്ഡ് വീടല്ല, ഓപ്പൺ ഹോം കാണുകയാണ്. അവിടെ കൂട്ടുവേലക്കാരനായ ഫിലോമോൻ, പിന്നെ സഹോദരി എന്ന വിളിക്കപ്പെട്ട അപ്പിയ. അപ്പം സഹോദരനാകുക, സഹോദരിയാകുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്കുണ്ട്. യേശുക്രിസ്തു ഇങ്ങനെ ക്രൂശിൽ കിടക്കുകയാണ്. അവൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 2 സൈഡിലോട്ട് നോക്കിയിട്ട് മേളിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്നിട്ട് സൈഡിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. അപ്പോഴാണ് താഴെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. കുറേ പടയാളികൾ അങ്കിക്ക് എന്തിടുകയാണ്? ചീട്ടിടുകയാണ്. പക്ഷെ മറ്റൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്, പിന്നെ മറിയം അവിടെ നിൽപ്പുണ്ട്. മറിയത്തോട് ഈ ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. അമ്മയുടെ പ്രാണനിൽ കൂടെ വാള് കിടക്കുക. എപ്പോഴാണെന്നറിയാമോ? എന്നും ഉണ്ടായിരുന്നു. പിന്നെ ക്രൂശിൽ കിടക്കുമ്പോൾ അരുമനാഥൻ്റെ ഈ പൊന്നുമോൻ്റെ 33കാരൻ്റെ ദേഹത്ത് അടിയും പാടും കുത്തും ചവിട്ടും കിട്ടുമ്പോൾ അമ്മയെന്ന നിലയിൽ അമ്മയുടെ ചങ്കിലൂടെ എന്ത് കിടക്കുക? വാള് കിടക്കുക. മക്കളെല്ലാം ഓർക്കണേ, എല്ലാ അമ്മയുടെയും പ്രത്യേകത, അമ്മയുടെ ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. 4 മണിയായിട്ട് കണ്ടില്ലെങ്കിൽ അമ്മയുടെ ചങ്കിൻ്റെ വാള് മുറി. എവിടാ വിളി തുടങ്ങും. 5 മണിയായിട്ടും ഫോണെടുത്തില്ലെങ്കിൽ അവർ 5 പ്രാവശ്യം എൻ്റെ പൊന്നെ, അവർക്ക് പ്രയാസങ്ങളുണ്ടാകും. എന്താ കാര്യം? അമ്മയുടെ ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. മറിയ ഇങ്ങനെ ചങ്കിനകത്തൂടെ വാള് കയറിയ. ഓരോ അമ്മയുടെ ചങ്കിനകത്തും വാളുണ്ട്. എപ്പോഴും ഓർത്തോണേ, ചങ്കിനകത്ത് വാളുള്ള അമ്മ ചങ്ക് മുറിയുമ്പം കണ്ണ് നിറയുന്നോണ്ടാ എൻ്റെ പൊന്നു മക്കളൊക്കെ നഷ്ടപ്പെടാൻ നിൽക്കുന്ന മറക്കരുത്. അമ്മയുടെ ചങ്കിനകത്ത് ഇങ്ങനെ വാളാ. മറിയത്തിൻ്റെ ചങ്കിലൂടെ വാള് കയറുന്നു. മറിയ ഇങ്ങനെ നിൽക്കുക. അപ്പം കർത്താവിന് മനുഷ്യത്വത്തിൽ ഈ അമ്മയെ ഏൽപ്പിക്കണ്ടേ? ആരെ ഏൽപ്പിക്കും? നോക്കിയപ്പം സഹോദരി പുത്രനാണെങ്കിലും യോഹന്നാൻ നിപ്പുണ്ട്. കുഞ്ഞമ്മ എന്നോ ആൻറ്റി എന്നൊക്കെ ആയിരിക്കാം വിളിച്ചിരിക്കുന്നത്. പക്ഷെ അന്നേരം കർത്താവ് യോഹന്നാനെ നോക്കി പറഞ്ഞു, നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, നിൻ്റെ മകൻ. ജന്മം കൊണ്ടാണോ? അല്ല. ആണോ? അല്ല. ജന്മം കൊടുത്തുകൊണ്ടാണോ? അല്ല. ക്രൂശിൻ്റെ പ്രത്യേകത, ജനിക്കാതെ പോയവരെ മക്കളെന്ന് വിളിക്കാനും ജന്മം തരാത്തവരെ അമ്മയെന്ന് വിളിക്കാനും കഴിയുന്നതിൻ്റെ പേരാണ് ക്രൂശ്. അപ്പം ക്രൂശിതൻ പറഞ്ഞു, അവർ വിളിച്ചു, യോഹന്നാൻ വിളിച്ചു, അമ്മേ എന്ന് വിളിച്ചു കാണും. അമ്മ യോഹന്നാനെ വിളിച്ചു കാണും, മോനെ എന്ന് വിളിച്ചു കാണും. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു,
ടെറ്റലസ്റ്റായി, നിവർത്തിയായി. എന്താണ്? രക്തബന്ധത്തിൻ്റെ പുറത്ത് ഒരു നവകുടുംബം പിറന്നു. ആ നവകുടുംബം പിറന്ന എവിടെ? സഭ എന്ന കുടുംബം പിറന്നു. അവിടെ ജന്മം തരാത്തവൾ അമ്മയാകുന്നു, ജനിക്കാതെ പോയവർ മക്കളാകുന്നു, കൂടെ പിറക്കാത്തവർ കൂടപ്പിറപ്പുകളാകുന്നു. ആ നവകുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. പാപത്തിൻ്റെ പരിഹാരം മാത്രമല്ല, കുടുംബ രക്തബന്ധത്തിൻ്റെ സ്വാർത്ഥതകൾക്കപ്പുറത്ത് ഒരു നവമാനവികത രൂപപ്പെട്ടത് ക്രൂശിൻ്റെ ചുവട്ടില. ജന്മം തരാത്തവൾ അമ്മയാകുന്നു, ജനിക്കപ്പെടാതെ പോയവൻ മകനാകുന്നു. എന്തിലൂടെ? ക്രൂശിലൂടെ. ക്രൂശ് നമ്മെ വിളിക്കുന്നൊരു ബന്ധമുണ്ട്. അത് ഈ ഒരു വിളിയാണ്. എന്താകാൻ? അമ്മയാകാനുള്ള വിളി, മകനാകാനുള്ള വിളി, കൂടപ്പിറപ്പാകാനുള്ള വിളി. പ്രിയരെ, ഇതാണ് സഭ. എനിക്ക് പൗലോസ് അവിടെ പറയുന്ന വാക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ്? അപ്പിയെ നോക്കി പറയുകയാണ്, നീ എനിക്ക് ആരാണ്? സഹോദരിയാണ്. നീ എനിക്ക് ആരാണ്? സഹോദരിയാണ്. വിദേശത്തൊരു വീട്ടിൽ താമസിക്കുക, നല്ലൊരു വീട്, നല്ലൊരു കുടുംബം. ഞാനിങ്ങനെ ചെല്ലുന്ന ഒത്തിരി വീടുകളിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്നൊക്കെ താമസിക്കുമ്പോൾ വലിയ അടുപ്പങ്ങൾ അന്ന് കുടുംബമായിട്ടില്ല. എന്നിട്ടും അവിടെ താമസിക്കുമ്പോൾ ഞാൻ സിസ്റ്ററെ എനിക്ക് ഇന്നത് തരാം, ഇന്നത് വേണം, സിസ്റ്ററെ, ബ്രദറെ. പക്ഷെ ഒരു ദിവസം എന്തോ ഇങ്ങനെ കുറച്ചൊരു സ്നേഹമൊക്കെ തോന്നിയപ്പം ആ സഹോദരി ഇങ്ങനെ പോയപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു, ചേച്ചി എനിക്കുള്ള വെള്ളം തരാൻ പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോൾ ഇവരെന്നെ ഇങ്ങനെ തിരിച്ചു നോക്കി കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ആങ്ങളെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. നീ ചേച്ചി എന്നൊന്ന് വിളിച്ചപ്പം എൻ്റെ മനസ്സിന് എന്തോ ഒരു ഗുണ്ട് പൊട്ടി. കാരണം മരണപ്പെട്ടു പോയൊരു ആങ്ങളെ വിളിക്കുന്ന ഒരു പ്രതീതി. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട് കൂടപ്പുറപ്പൊക്കെ വേണമെന്നുള്ള പ്രതീതി. പൗലോസ് വിളിക്കുകയാണ്, ഞാൻ നിനക്ക് ആരാണ്? സഹോദരിയാണ്, നീ എൻ്റെ സഹോദരിയാണ്. പ്രിയരെ, ഇതൊരു വിളിയാണ്. ഈ വിളിയാണ് ക്രിസ്തീയ കുടുംബങ്ങളെക്കുറിച്ചിട്ട് വിളി. ഒരു ചെറിയ അനുഭവം പങ്കുവെച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഞാൻ എന്താ പറയുന്നത് വാക്കും ഭാഷ, എന്നാൽ എൻ്റെ കൊച്ചനുഭവം. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ മാൻ ലീവ്ഡ് ഇൻ അമേരിക്ക. ദർ ഇസ് നോ മീനിങ് ഇൻ ദാറ്റ്. അല്ലേ? നമ്മൾ വലിയ അർത്ഥമൊന്നും നമുക്ക് തോന്നത്തില്ല. എങ്കിലും എൻ്റെ കൊച്ചു ജീവിതത്തെ ഒന്ന് ചിന്തിപ്പിച്ച ഒരനുഭവം. ജനിച്ച് വീണപ്പോഴും പിന്നെ വളർന്നപ്പോഴും ഒത്തിരി പേര് ദൂത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, നീ ഒത്തിരി പേർക്കൊരു സഹോദരനായിരിക്കും, ഒത്തിരി പേർക്കൊരു പിതാവായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയൊന്നും തോന്നിയില്ല. കാലം മുമ്പോട്ട് പോയി. എനിക്ക് 4ാമത്തെ കുഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സഭയിൽ ഒരു സഹോദരിക്ക് ഒരു അസുഖം വന്നു. അപ്പോൾ അന്ന് പ്രിൻസ് പാസ്റ്റർ എന്ന് പറയുന്ന ആളങ്ങനെ തിരക്കുള്ള ആളൊന്നും അല്ല. ഇപ്പോഴും വലിയ തിരക്കൊന്നും അന്നല്ല പറയുക. എന്നാൽ അന്ന് തിരക്കില്ലാത്ത ഒരു നല്ല പാസ്റ്ററായിരുന്നു. വിശ്വാസികളുടെ പുറകെ നടക്കുന്ന ഒരു പാസ്റ്റർ. അപ്പം അങ്ങനെ നടന്നപ്പം ഈ സൗകര്യം കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകുന്ന ഞാൻ അങ്ങനെ പോയി എറണാകുളത്ത് ചെന്നിട്ട് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തിട്ട് റിസൾട്ട് മേടിക്കാൻ വേണ്ടി ഞാനും ആ സഹോദരി, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, 2 കൊച്ചു പിള്ളേർ. ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഇവരുടെ കൂടെ ആരാ നിങ്ങളാരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമന്ന്, പാസ്റ്റർ വേറെ ആരുമില്ലേ? ഞാൻ പറഞ്ഞു, ഞാനാണ് റെസ്പോൺസിബിൾ. പാസ്റ്റർ, ശരി, എനിക്ക് നിങ്ങളെ കാണണം, ഒറ്റയ്ക്ക് കാണണം. ഞാൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞു. അവർക്ക് വല്ലാത്ത സീരിയസ് കണ്ടീഷനാണ്, ഒന്നും അറിയത്തില്ല. ലാസ്റ്റിലാണ് ഡയഗ്നോസ് ചെയ്യുക. പക്ഷേ ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഡോക്ടറിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉടനെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ബായിയൊക്കെ ഇടണം, കൺസെൻറ്റ് വേണം, പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കണം, ഇല്ലേ അപകടമാകും. ആരോടും ചോദിക്കാനില്ല, പ്രത്യേകിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കണം. അതൊക്കെ ക്വിക്ക് ഡിസിഷനാണ്. അപ്പോൾ ഞാൻ സഖോയോട് പറഞ്ഞു, ഡിസിഷനിൽ ഒപ്പിട്ട് കൊടുക്കണ്ടേ ഡേറ്റ്? ഒപ്പിട്ട് കൊടുക്കുമ്പം പാസ്റ്റർ എന്ന് എഴുതിയ ഓപ്പറേഷൻ നടക്കുമോ? നടക്കത്തില്ല. ഞാൻ എഴുതി ബ്രദറെന്ന് എഴുതിയപ്പം കയ്യൊന്ന് വിറച്ചു. എന്നിട്ടും ബ്രദറെന്നൊക്കെ എഴുതിയിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇനി ആരോടും പറയരുത് പാസ്റ്ററാന്ന്. കാരണം കൂടിങ്ങനെ നടക്കുമ്പം പാസ്റ്റർ നടക്കുക, ആരാ സഹോദരൻ ബ്രദറാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ബ്രദറായി ഡേറ്റ് എടുത്തു. ഒരു വെളുപ്പിന് പോകാൻ വേണ്ടി തുടങ്ങിയപ്പം അന്ന് വെളുപ്പിന് 2 മണിയാകുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പോകാതിരിക്കുക, ഞാനും ആ സഹോദരിയും കൂടെ. ഓപ്പറേഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫിന് പെട്ടെന്ന് ഡ്യൂ ഡേറ്റായി, പെയിനായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലേബർ റൂമിൽ കയറിയിട്ട് അവൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പെയിനാണ്, ട്രിപ്പ് ഇടാൻ പോവുക, ഒരു കാര്യം ചെയ്യും, ഇവിടെങ്ങും നിൽക്കല്ലേ, പൊയ്ക്കോ. എവിടെ? എറണാകുളത്ത്. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ അടുത്തോ? എൻ്റെ അടുത്ത് ആരും വേണ്ട, പിന്നെ നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഉണ്ട്, അവരൊക്കെ പുറത്ത് നിന്നോളൂ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരു ജെയിംസ് ചാനുണ്ട്, മരിച്ചുപോയി. ജെയിംസ് ചാൻ പറഞ്ഞു, എടാ എറണാകുളം എനിക്കറിയില്ല, ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ?
എനിക്കറിയില്ല അവിടെ. ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്നോളാം, നീ ധൈര്യമായിട്ട് വെക്കൂ. അങ്ങനെ ജെയിംഷാനെയും ചേച്ചിയും പിന്നെ കുറേ പാസ്റ്റർമാരെയും എല്ലാം അവിടെ നിർത്തിയിട്ട് ഞാൻ എറണാകുളം പോയി. എറണാകുളത്ത് പോയി ആ സഹോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആൻറ്റി റിക്കവറി റൂമിലാക്കി. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു. 4ാമത്തെ പ്രസവം. 4ാമത്തെ പ്രസവത്തിന് പോയി കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ കണ്ടിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി. പ്രസവം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീണ്ടും പോവുകയാണ് എറണാകുളത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഇടയ്ക്കൊന്ന് ഇറങ്ങി ഓടി ധൃതി വെച്ച് പറഞ്ഞിരുന്നു ഞാൻ ഇടയ്ക്ക് പോയി, എനിക്ക് എറണാകുളം പോകണം. ഒന്നുകൂടെ ഒന്ന് ആശുപത്രി വന്നിട്ട് തിരിച്ച് എറണാകുളം പോകണം. ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഭാര്യ എൻ്റെ പുറകെ വന്ന് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ ഇനി വന്നേ ഒരു പ്രത്യേക ദൂത്. ഞാൻ ചെന്താ ദൂത്, കർത്താവ് നിങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളെ തരും, പ്രസവം നിർത്തല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഓടിച്ചെന്ന് അവളോട് പറഞ്ഞു, കർത്താവ് 6 കുഞ്ഞുങ്ങളെ തരും. അവൾ എന്നെ ഒരു നോട്ടം, മനുഷ്യനെ കൊല്ലാൻ ദൂതുമായിട്ട് വന്നേക്ക്, പൊയ്ക്കോണം എന്നുള്ള ഭാവത്തിൽ. ഞാൻ പറഞ്ഞു, ദൂത് മിണ്ടരുത്, നോ ദൂത്, പൊക്കോളാൻ പറഞ്ഞു. എടീ ദൂതൊക്കെ അവിടെ കിടക്കട്ടെ, പോക്കോ. 6 കുഞ്ഞുങ്ങൾ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഇതങ്ങ് മറന്നും പോയി. പിന്നെ കീമോ, അങ്ങനെ ഈ ആൻറ്റിയും കൊണ്ട് നടക്കുക. കാരിത്താസിൽ കൊണ്ടുപോകും, വരും, കിടക്കും, അഡ്മിറ്റാ. ഒരു ദിവസം നീരെല്ലാം കൂടി, കാലെല്ലാം വണ്ണം വെച്ചു. ഇവൻ്റെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. എനിക്ക് തോന്നി മരിക്കാനാണോ. ഞാനിങ്ങനെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ചേച്ചി മരിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ടിരിക്കുക. പിന്നെ പോകാൻ പേടിയുണ്ടോ? ഇവരെന്നെ ഇങ്ങനെ നോക്കി. പോകാൻ പേടി പിള്ളേരാണോ? മിണ്ടുന്നില്ല, കരയുന്നു. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചിട്ട് പൊക്കോ. അവരെൻ്റെ കയ്യെ കയറി മുറുകെ പിടിച്ചു. പൊയ്ക്കോട്ടൻ ചോദിച്ചു. കുറേ മണിക്കൂർ കഴിഞ്ഞ് അവർ മരിക്കുക. തിരിച്ചു വന്നപ്പോൾ അടക്കവും കഴിഞ്ഞപ്പോഴാണ് 2 കുഞ്ഞുങ്ങൾ. എത്ര പിള്ളേർ? 6 പിള്ളേർ. 6 പിള്ളേരാകാം 6 പ്രസവിക്കണമെന്നൊന്നുമില്ല. ഇന്ന് ആ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അവിടെ അപ്പം 2-2.5 വർഷം കഴിഞ്ഞപ്പം കല്യാണം കഴിച്ച് പോയി. എന്നാലും സന്തോഷം. 2-2.5 വർഷം എൻ്റെ മൂത്ത മോളുടെ കൂടെ ആ ഇളയ മോള് കെട്ടിപ്പിടിച്ച് കിടന്നു. ഒറ്റ രാത്രി പോലും ഞങ്ങൾ ആ മോളെ മാറിയിട്ടില്ല. ഒരു രാത്രി പോലും കൂടെ ഉള്ളപ്പോൾ, അത് ഞങ്ങളുടെ പ്രാഗൽഭ്യമാണ്, ഒറ്റ രാത്രി പോലും അവളെ മാറ്റി കിടത്തിയിട്ടില്ല. ആ ബിജോ മോൻ അന്ന് 6ലോ 7ലോ ഒക്കെ പഠിക്കുക. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവനെ സ്റ്റിയറിംഗ് പഠിപ്പിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവനെ സ്റ്റിയറിംഗ് പഠിപ്പിച്ചു. ഇന്ന് അവൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്. ഏത് പാത്രയാക്കും ബിജോ മോനെ എന്ന് വിളിച്ചാൽ 10 മിനിറ്റിനകത്ത് അവൻ പറന്നെത്തും. പൊന്നുപോലെ എന്നെ കൊണ്ട് കിടക്കും. എൻ്റെ സ്വന്തം മോനെക്കാട്ടിയും സ്നേഹിച്ച് എന്നെ കൊണ്ട് കിടക്കും. ദൈവം ആർക്കും കിടക്കാരനല്ല. അപ്പോൾ ഈ കൂടെ പിറക്കാൻ അമ്മയുടെ ഉദരത്തിൽ പിറക്കണമെന്നില്ല, അമ്മയാകാൻ ജന്മം കൊടുക്കണമെന്നില്ല. ഇവിടെ ഈ ലേഖനത്തിൽ പറയുക, നീ എനിക്ക് കൂട്ടുവേലക്കാരൻ. അമ്മയെ നോക്കി പറയും, നീ എനിക്ക് സഹോദരിയ. നഷ്ടം വല്ലതും ഉണ്ടായി ആ കുടുംബത്തിൽ? ഇല്ല. അവരുടെ മകൻ അർക്കിപ്പോസ് സഹപഠനായി. ആ വീട് തുറക്കപ്പെട്ടു. അവരെ ഓർത്ത് പറയുന്നു, നിന്നെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. പിന്നെ നീയല്ലാതെ ഹൃദയം തണുപ്പിച്ചു. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവിന് ദൈവസഭ, ഞാനൊരു പഠനം നടത്തി. തെക്ക് തൊട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പഠിച്ചതാണ്. ഞാൻ മാക്സിമം പഠിച്ചതാണ്. എൻ്റെ റിസർച്ച് കണ്ടെത്തിയൊരു കാര്യം, ഒരുമാതിരിപ്പെട്ട നല്ല സഭകളുടെ എല്ലാം പിന്നിൽ 1-2 കുടുംബങ്ങൾ കാണും. അന്നവിടെ പാസ്റ്റേജ് ഇല്ല. ദൂരെ നിന്ന് വരുന്ന പാസ്റ്റർക്ക് ജീരകവെള്ളം അനത്തിക്കൊണ്ട് വരുന്ന ഒരു കുടുംബം. യോഗം കഴിയുമ്പം എല്ലാവരും പോകുമ്പോഴും പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന കുടുംബം. പിന്നെ പാസ്റ്റർ ദൂരെ നിന്ന് വരുന്നതിന് മുമ്പ് എല്ലാം തൂത്ത് വൃത്തിയാക്കി പായിടുന്ന കുടുംബം. 1-2 കുടുംബങ്ങളൊക്കെ ഉരുകി തീർന്നിടത്തെ സഭയെല്ലാം വളർന്നിട്ടുള്ളൂ. ഇന്നും ദൈവത്തിന് വേണം, കുടുംബങ്ങളെ വേണം. ഇന്നും ദൈവത്തിന് കുടുംബങ്ങളെ വേണം. അവിടെയാണ് എനിക്ക് ഈ സഭയെക്കുറിച്ച് ഭയങ്കര സ്വപ്നമാണ്. എല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങളെല്ലാം പോയെന്ന്. കുഞ്ഞുങ്ങളൊന്നും പോകുന്നില്ല, നിങ്ങളാരും പേടിക്കരുതേ. കാരണം ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. എൻ്റെ കുറേ മക്കളൊക്കെ അമേരിക്കയിലുണ്ട്, കസിൻസൊക്കെയാണ്. ഇതുങ്ങളൊക്കെ നാട്ടിൽ വരും, ഇപ്പോഴും വരും. എന്തിനാണെന്നറിയാം? അപ്പച്ചനെ കാണാൻ. എന്നെ കാണാൻ വരുന്ന എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്നേക്കും. ഞങ്ങളുടെ ഒരു മോന്, ഇപ്പോൾ എല്ലാവരും പോയി, ഞാനും പ്ലസ് ചെയ്യുള്ളൂ. എന്നാലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് നാട്ടിൽ വരാൻ ഇഷ്ടമാണ്. ഭയങ്കര ലൈവാണ് അവൻ വന്ന. ഭാഷ അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഈ അമ്മച്ചിയൊക്കെ ഉള്ളിടത്ത് പിള്ളേർ പോകത്തില്ലേ? അവധി കിട്ടാൻ അങ്ങോട്ടാണ് ഓടിപ്പോന്നേ. അമ്മ വീട്ടിലോട്ടാണ് പോകുന്നത് അല്ലേ? അമ്മ വീട്ടിൽ പോകുന്നത് എന്തിനാ? അമ്മ വീട്ടിൽ പോയി ഓർമ്മയുള്ളവരുന്ന് കൈവക്കിക്ക് അമ്മ വീട്ടിൽ പോവുക. എന്തൊരു സന്തോഷം അമ്മ വീട്ടിൽ പോകുന്നത്. അമ്മ വീട്ടിൽ ചെന്നു, അമ്മ വീട്ടിൽ തോട്ടിൽ പോകുന്നു, അപ്പച്ചൻ ആറ്റി കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവന്നു. അമ്മ വീട് വലിയൊരു സന്തോഷമാണ്. ഈ അമ്മ വീട്ടിൽ പോകുമ്പോൾ പോലെ അണയ്ക്കണം സഭയെ വരുന്നത്.
അവിടെ ആരുണ്ട്? അമ്മച്ചിയുണ്ട്. മക്കളെന്ന് വിളിക്കുന്ന കുറേ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടൊക്കെ ഇങ്ങനെ നിൽക്കും. ദൈവത്തിന് വേണം കുടുംബങ്ങളെ വേണം. ദൈവത്തിന് വേണം കുടുംബങ്ങളെ വേണം. ഏത് പട്ടണത്തിലും ഏത് ഗ്രാമത്തിലും കർത്താവിന് കുറച്ച് കുടുംബങ്ങളെ വേണം. ആ കുടുംബങ്ങളെ കർത്താവ് അന്വേഷിക്കുക, ഇന്നും അന്വേഷിക്കുക. ഉരുകിത്തീരുന്ന കുടുംബങ്ങൾ, കൂടപ്പുറപ്പുകളാകുന്ന. ഞാനൊരു ദിവസം ഉണർവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. സത്യമായിട്ട് അന്ന് എന്നോട് കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു. ഉണർവ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ മലപ്പുറത്തുനിന്ന് ചിലപ്പോൾ ഒരാൾ ഇറങ്ങി വരും, തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്ന എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് കുടുംബമായി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിന് നാട്ടി വിളിച്ചു. ഭാര്യയും മക്കളെയും കൂട്ടി അവർ വിട്ട കല്യാണത്തിന് വന്നു. പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് കല്യാണത്തിന് വന്നു. ഉച്ചക്കത്തെ കല്യാണം, എല്ലാവർക്കും ഇലയിട്ട് ഊണ് കൊടുക്കുക അവരുടെ സമൂഹത്തിന്. ഏറ്റവും ഒടുവിൽ ഇവരിങ്ങോട്ട് വന്ന് ഉണ്ണാനിരുന്നപ്പോൾ കാരണവർ പറഞ്ഞു, വിളിച്ചു വരുത്തിയിട്ട്, നിനക്കിടാൻ ഇവിടെ ഇലയില്ല, നിനക്കിടാൻ ഇവിടെ ഇലയില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാരണവർ പറഞ്ഞ ഒത്തിരി നാളൊന്നും ആയില്ല, നിനക്കിടാൻ ഇവിടെ ഇലയില്ല. ഇലയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മൈൽ ഓടി കല്യാണത്തിന് വന്ന ചേട്ടായി ഒന്നും മിണ്ടാതെ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൂട്ടി ഇറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ പോയി കൊച്ചുങ്ങൾക്ക് ചോറ് മേടിച്ച് കൊടുത്തു പോകുമ്പോൾ ഇത് പാടാ. ഉണർവിന് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ കോട്ടയത്തും തിരുവല്ലായിലും അവിടെ ഇവിടെയൊക്കെ ആളുകൾ വേണം. അവരവിടെ ഇങ്ങനെ വളരും. ഒടുവിൽ അവർക്ക് കല്യാണം ആലോചിക്കുമ്പം വേറെ ആരും കാണത്തില്ല. ആരാ റെസ്പോൺസിബിൾ? ഏതെങ്കിലും ഒരു കുടുംബം കാണും. ഒടുവിൽ സ്റ്റേജിൽ നിന്ന് ദൈവദാസം വിളിക്കും. കല്യാണം നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അവരെ കൊണ്ടുവരികയോ സ്വന്തമായി വരികയോ ചെയ്യാൻ. ഒറ്റക്കിറങ്ങിയവൻ ആരും ഉത്തരവാദിത്തപ്പെട്ടവർ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇറങ്ങി വന്നപ്പം അവരുടെ കൂടെ നടന്ന, അവരെ വളർത്തിയ, ചേർത്ത് പിടിച്ചവർ അപ്പനും അമ്മയായിട്ടൊക്കെ കയറി വരുമ്പം വചനം നിറവേറപ്പെടും. എൻ്റെ നിമിത്തം അപ്പനെ അമ്മയും കളഞ്ഞവർക്ക് 100 മടങ്ങ് അപ്പൻ, അമ്മ, സഹോദരൻ. അപ്പം സ്വർഗം പറയും, ടെറ്റലസ്റ്റായി, നിവർത്തിയായി. എന്ത് നവകുടുംബം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. 3 ദിവസവും ഞാൻ പറഞ്ഞേ എന്തൊക്കെയാണ്. എന്നാലും ഇങ്ങനെ കുടുംബങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ബാംഗ്ലൂരിൽ ആവശ്യമുണ്ട്, ബദേരേജിയിൽ ആവശ്യമുണ്ട്. ഉരുകിത്തീരാൻ കുടുംബങ്ങളെ. ആ കുടുംബം ഞാനാകട്ടെ. എൻ്റെ കുടുംബം അങ്ങനെ സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഉരുകിത്തീരാൻ, ഇതുപോലൊരു കുടുംബമായി നിലകൊള്ളുവാൻ നഷ്ടമൊന്നും വരത്തില്ല. അർക്കിപ്പോസ് ഉണ്ടാകും, അർക്കിപ്പോസ് ഉണ്ടാകും. ഒരായുസിൻ്റെ നല്ല പ്രായം മുഴുവൻ ഉരുകിത്തീർന്നതാണ് എൻ്റെ അമ്മ. ഒരു ടൂർ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അപൂർവമായി, അതും ശുശ്രൂഷയുടെയൊക്കെ ഭാഗമായി. പക്ഷെ ഒരായുസ് മുഴുവൻ ഉരുകിത്തീർന്നു. എത്രയോ പേര് അമ്മയെടുക്ക് കരയാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വലിയ കൗൺസിലറൊന്നുമല്ല, പക്ഷേ ഫ്ലൈറ്റിൽ കയറി അമ്മയെടുക്ക വന്ന് കരഞ്ഞിട്ട് പോകുന്ന ഒരാളെ ഞാൻ കണ്ടു, ആദ്യമായിട്ട് കാണുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, കരയാൻ വന്ന യു ആർ എ ഷോൾഡർ ടു വീപ്പ് ഓൺ. ആർക്കൊക്കെയോ ചാരി നിൽക്കാൻ ഒരു തോള്, ഒരു കുടുംബം. അങ്ങനെ കുടുംബങ്ങളെ ഇന്ന് രാത്രി വിളിക്കുമ്പോൾ എൻ്റെ കുടുംബം അതാകട്ടെ, ഞാൻ അതിന് വിട്ടുതരിക. അങ്ങനെ സമർപ്പിക്കുന്ന കുടുംബങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ട് എല്ലാ കണ്ണു അടച്ച്, എൻ്റെ കുടുംബം, ആ കുടുംബങ്ങൾ വേഗത്തിൽ ബുദ്ധിമുട്ട് തോന്നരുത്. കരങ്ങളെ കോർത്താട്ട് ആ കുടുംബങ്ങൾ, ജീവിത പങ്കാളികൾ എവിടാണോ അവിടെ പോയി പെട്ടെന്ന് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യു ക്യാൻ മൂവ് അറൗണ്ട്. ഇങ്ങനെ അപ്പം നിങ്ങളെ ഒരാൾ അമ്മ എന്ന് വിളിച്ചാൽ ചിലപ്പം മക്കളില്ലാത്തവർക്ക് പോലും ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് ഇങ്ങനെ കുറേ കുടുംബങ്ങൾ വേണം. ആ കുടുംബങ്ങളുടെ കൂട്ടത്തിൽ അപ്പച്ചൻ, അമ്മച്ചി, ഗ്രാൻഡ് പേരൻസ്, മക്കൾ, സഹോദരങ്ങൾ, കൂടപ്പുറപ്പുകൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഇന്നിട്ട് നിങ്ങളിങ്ങനെ പ്രിയനും കൂട്ടുവേലക്കാരുമായ നിങ്ങളുടെ കുഞ്ഞ് അർക്കിപ്പോസാകും. നഷ്ടം വരത്തില്ല. നാളെ അവർ പറയും, എൻ്റെ വീടൊരു തുറന്ന വീടായിരുന്നു, എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വന്നു, അന്ന് എനിക്കത് നോയ്സൻസായി തോന്നി, അന്ന് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, അന്ന് എനിക്കൊരു പ്രൈവസി ഇല്ലായ്മ പോലെ തോന്നി. ഇന്ന് ഞാൻ പറയും, ആ പ്രൈവസി ഇല്ലായ്മയായിരുന്നു എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. അവിടെ വന്ന് കഴിച്ചും കുടിച്ചും ഉറങ്ങിയും ഒക്കെ പോയ എത്രയോ പേർ.
ഉണർവിന് കുടുംബങ്ങളെ അന്വേഷിക്കുക. ബലം മുടക്കി നിൽക്കാൻ കുടുംബങ്ങൾ. ഗൗരവമായ തീരുമാനം. അങ്ങനെ സമർപ്പിക്കുന്ന കുടുംബങ്ങളെല്ലാം കരം കോർത്തേ. കരം കോർത്ത് പിടിച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചേ. ആ കുടുംബങ്ങൾ കരങ്ങളെ കോർത്ത്. കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർക്കിളിൽ നിന്ന് പ്രാർത്ഥിച്ച്, കുറേ പേരുണ്ടെങ്കിൽ സർക്കിളിൽ നിന്ന് പ്രാർത്ഥിച്ച്. യു ക്യാൻ മേക്ക് എ സർക്കിൾ. നിങ്ങളൊരു സർക്കിളായിട്ട് നിൽക്കാൻ കുറേ പേരുണ്ടെങ്കിൽ ഒരു സർക്കിളായി നിന്ന് പ്രാർത്ഥിച്ച് കുടുംബങ്ങളെ കർത്താവ് വിളിക്കുക. ഇന്ന് കർത്താവിന് കുടുംബങ്ങളെ വേണം. അവിടെ ജനിക്കാതെ പോയവർ മക്കളാകും. ജന്മം തരാത്തവൾ അമ്മയാകും. ജന്മം തരാത്തവൾ ഒരാൾ ഒരിക്കലെങ്കിലും വന്നിട്ട് അമ്മ എന്ന് വിളിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ജന്മം തരാത്ത ഒരാൾ ഡാഡിന്ന് വിളിച്ചാൽ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാകും. കൂടെ പിറന്നില്ലെങ്കിലും ഒരാൾ റിയലി മീൻ ചെയ്ത് അച്ചാച്ച ചേച്ചി എന്ന് വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊരു ധന്യതയുണ്ടാകും. നോക്കൂ, നീ എൻ്റെ സഹോദരിയാ, നീ എൻ്റെ സഹോദരനാ. അവിടെ ഒരു വീട്, തുറന്ന വീട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വീടുകളെ ദൈവം അന്വേഷിക്കുക. പരിശുദ്ധാത്മാവിന്ന് രാത്രി കുറേ വീടുകളെ തേടി വരികയാണ്. നിങ്ങളെ തേടി ദൈവത്തിൻ്റെ ദൂതം വരികയാണ്. കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഞാനും എൻ്റേതെന്നുള്ള മാത്രമുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. കുറേ പേർക്ക് അഭയമരുളുവാൻ വീടുകൾ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മുഴുവൻ കുടുംബങ്ങളെ ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ കുടുംബങ്ങളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുടുംബങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നസറേനായ യേശുവേ, ഇവിടെയും ദൈവം കുടുംബങ്ങളെ തപ്പുകയാണ്. പരിശുദ്ധാത്മാവ് തേടുകയാണ്, അന്വേഷിക്കുകയാണ്. കുഞ്ഞേ, നിന്നെ ദൈവത്തിന് വേണം. എന്തിന്? ഒരു സഹോദരിയായി നിൽക്കുക. എവിടെയോ ഒരാൾ വഴിതെറ്റുമ്പോൾ ഒന്ന് നീ അവളെ, എൻ്റെ പൊന്ന് ചേച്ചി കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളതോ നിങ്ങളുടെ ജൂനിയേഴ്സോ വല്ല ആരെങ്കിലും ഒരു കുരുക്കിപ്പെട്ടാൽ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി 1-2 പ്രാവശ്യം ഒന്ന് കൊണ്ടു കടന്ന് തിരുത്തിയാൽ നീ അറിയാതെ അവൾക്കൊരു ചേച്ചിയാകുക. എവിടെയോ ഒരു അനിയൻ ഇങ്ങനെ വിട്ടുപോയാൽ അവനെ ഒന്ന് കൊണ്ടു നടന്ന് ഒരു ഹോട്ടലിൽ കൊണ്ട് ഒരു ഐസ്ക്രീം മേറ്റ്, കുഞ്ഞെ അത് തെറ്റാടാ, നീ കഞ്ചാവ് ഉപയോഗിക്കല്ലേ, നീ ഇങ്ങനെ ആയി പോകല്ലേ മക്കളെ, നിന്നെ ദൈവത്തിന് വേണം മക്കളെ, നിന്നെപ്പറ്റി ഒരു പദ്ധതി ഉള്ളതാ, എന്തെങ്കിലുമൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, നീ ആരോടും പറയണ്ട, പക്ഷെ എന്നോട് പറയാ എന്ന് പറഞ്ഞ് അവനൊരു കോൺഫിഡൻറ്റ് തോന്നിയാൽ അതിൻ്റെ അർത്ഥം നീ അവന് ചേട്ടനാകുകയാണ്. ഇന്ന് പകൽ രാത്രി കർത്താവ് വിളിക്കുക. അങ്ങനെ ചിറക്ക് ഹൃദയം തുറക്കാൻ, വിശ്വസ്തയോടെ വേറൊരാളോട് പറയത്തില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഹൃദയം തുറക്കപ്പെടാൻ പറ്റിയൊരു വ്യക്തിയായി മറ്റൊരാൾ നമ്മെ കണ്ടാൽ അവിടെ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ കുടുംബങ്ങൾ എഴുന്നേക്കട്ടെ. മക്കൾ ആക്കിപ്പാസുമാരെ പോലെ ഭടന്മാരായി മാറട്ടെ. തീരെ പടയാളികളായി നിലകൊള്ളട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ കുടുംബങ്ങളെ ദാസൻ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ഈ കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന, കരങ്ങൾ കോർത്തു പിടിച്ചിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി അന്ത്യകാല ഉണർവിൽ ഉരുകിത്തീരാൻ വേണ്ടിയോ, അന്ത്യകാല ഉണർവിൽ കർത്താവ് വില കൊടുത്ത് നിൽക്കാൻ വേണ്ടിയോ ഏളിവൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന ആ കൃപയിൽ നിന്നുകൊണ്ട് വിനയത്തോടെ കർത്താവേ, ഈ കുടുംബങ്ങളെ പിതാവിന്റെയോ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ അച്ചാച്ചന്മാരാകട്ടെ. അവർ കർത്താവെ ചിലർക്ക് ചേച്ചിമാരാകട്ടെ, ചിലർക്ക് അമ്മയാകട്ടെ, ചിലർക്ക് അപ്പനാകട്ടെ, ചിലർക്ക് കൂടപ്പുറപ്പാകട്ടെ, ചിലർക്ക് അനിയനാകട്ടെ, ചിലർക്ക് മക്കളാകട്ടെ. കർത്താവ് സ്വർഗം പറയട്ടെ, ടെറ്റലസ്റ്റായി നിവർത്തിയായി പാപപരിഹാരം മാത്രമല്ല, ഒരു നവമാനവികത, നവ കുടുംബം,
ക്രൂശിൽ പിറന്നു വീണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിലേക്ക്, സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർക്കുന്നു. നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചു. ആ വചനം പറഞ്ഞ് ഞാൻ ഈ മക്കളെ, കുടുംബങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും, സമർപ്പിക്കുന്നു. സഹായിച്ചോണേ, നിലനിർത്തണേ. കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. കരം കോർത്ത് നിൽക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും കർത്താവെ, ലൈവിൽ കണ്ടുകൊണ്ട് അവിടെ കരം കോർത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും കർത്താവെ, ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന വ്യക്തികളെ അവർക്ക് എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ള ആശിഷ ഈ മക്കളുടെ മേൽ ചൊരിയപ്പെടട്ടെ. ഞങ്ങൾ എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സർവശക്തനായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുടുംബങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ, ഈ കുടുംബങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ, ഈ കുടുംബങ്ങളുടെ കൊത്തളങ്ങളിൽ സ്വൈര്യവും അരമനകളിൽ സമാധാനം ഉണ്ടാകട്ടെ. അവിടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈ പോലിരിക്കട്ടെ, അവിടെ പെൺകുഞ്ഞുങ്ങൾ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തോട് പോലിരിക്കട്ടെ. അവിടെ മക്കളുടെ സമാധാനം വലുതായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മാവ്, ഞങ്ങളുടെ വായി തന്ന വചനങ്ങൾ ഞങ്ങളുടെ വായിന്നോ സന്തതിയുടെ വായിന്നോ സന്ധ്യയുടെ വായിന്നോ അറ്റുപോകാതെ കാക്കുമെന്ന് പറഞ്ഞ വചനം അവർ നിവൃത്തിയാകട്ടെ. യഹോവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വചന ഇവരെ നിവൃത്തിയാകട്ടെ. ത്രിയേക ദൈവത്താൽ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്നേഹത്തിന്റെ നിറവിലേക്ക് നയിക്കപ്പെടട്ടെ. സ്വാർത്ഥതയുടെ മതിലുകൾ ഇടിയട്ടെ, സ്വാർത്ഥതയുടെ മതിലുകൾ ഇടിയട്ടെ. ഉണർവിന് വേണ്ടി ഒരുക്കപ്പെടട്ടെ. വില കൊടുക്കാൻ തയ്യാറായി എഴുന്നേറ്റ് വരട്ടെ, വില കൊടുക്കാൻ തയ്യാറായി എഴുന്നേറ്റ് വരട്ടെ, വില കൊടുക്കാൻ തയ്യാറായി എഴുന്നേറ്റ് വരട്ടെ. കൂട്ടുവേലക്കാർ എഴുന്നേൽക്കട്ടെ, സഹോദരിമാർ എഴുന്നേൽക്കട്ടെ, സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ.